ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു റിലേഷൻഷിപ്പ് ഹീലിംഗ് മെഡിറ്റേഷൻ ആണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, ഫ്രണ്ട്ഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കൊണ്ടോ ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ടോ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പാർട്ട്ണർ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങളോട് ചേർത്ത് നിർത്തുവാനും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ്റെ പേര് റോസ് കാൻഡിൽ മെഡിറ്റേഷൻ എന്നാണ്. പേര് പോലെ തന്നെ നമുക്കിതിന് ആദ്യം വേണ്ടത് ഒരു റോസ് കാൻഡിലാണ്. അപ്പോൾ ഞാനൊരു റോസ് കാൻഡിൽ കാണിച്ചു തരാം. ഇത് മാർക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഒരെണ്ണം നിങ്ങൾ ആദ്യം വാങ്ങിക്കുക. അതിനുശേഷം നിങ്ങളൊരു പെർഫ്യൂം കൂടി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. പെർഫ്യൂം എന്ന് പറയുമ്പോൾ റോസ് ഫ്ലവറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പെർഫ്യൂം. ഈ റോസ് പെർഫ്യൂം എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ സ്നേഹത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് റോസ് ഫ്ലവർ ആണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഫീലിംഗ് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പെർഫ്യൂം കൂടി ഉപയോഗിക്കുന്നത് ഈ മെഡിറ്റേഷന് ഏറ്റവും നല്ലതാണ്. എന്നാൽ ഇത് നിർബന്ധമൊന്നുമില്ല. എന്തായാലും റോസ് കാൻഡിൽ വാങ്ങിക്കുക. അതിനുശേഷം ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ റോസ് പെർഫ്യൂം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചുറ്റും ഒന്ന് സ്പ്രേ ചെയ്യുക. അത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള റോസ് കാൻഡിൽ ഇതുപോലെ കത്തിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇത് കത്തിച്ചതിന് ശേഷം നിങ്ങളുടെ മുൻപിൽ വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് കാം ആൻഡ് ക്വയറ്റായി ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക. ഇനി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് എതിരായിട്ട് നിങ്ങളെ അഭിമുഖീകരിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. അദ്ദേഹത്തിൻ്റെ മുഖം, മുഖഭാവം, ബോഡി ലാംഗ്വേജ് ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് അദ്ദേഹം നിങ്ങൾക്കെതിരായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക. ഇനി നിങ്ങൾക്ക് മുമ്പിൽ കത്തിച്ചു വെച്ചിട്ടുള്ള ഈ റോസ് കാൻഡിലിനെ സാക്ഷി നിർത്തി നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ റോസ് കാൻഡിലിനെ സാക്ഷി നിർത്തി അവരോട് ക്ഷമ ചോദിക്കുക. അതായത് ഫോർഗീവ്നെസ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുക. നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ക്ഷമ ചോദിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് ക്ഷമ കൊടുക്കുക. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായിട്ടും അവരോട് ക്ഷമിച്ചു കഴിഞ്ഞു. നിങ്ങൾ പൂർണ്ണമായിട്ടും അവരോട് ക്ഷമ ചോദിച്ചും കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഈ കാൻഡിലിനെ സാക്ഷി നിർത്തി അവർക്ക് നന്ദി അർപ്പിക്കുക. അവർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അവർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു 5 നന്മകൾ, 5 സമ്മാനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് ഓർത്തെടുത്ത് അവരോട് നന്ദി അർപ്പിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ അന്ന് എനിക്ക് നൽകിയിട്ടുള്ള ആ ഒരു സമ്മാനത്തിന് ഞാൻ നിങ്ങൾക്ക് അങ്ങേയറ്റം നന്ദി അർപ്പിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ നന്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോട് പറയുക, നന്ദി അർപ്പിക്കുക. അങ്ങനെ മിനിമം ഒരു 5 നന്മകളെങ്കിലും എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് നന്ദി അർപ്പിക്കുക.
അവർ ഇപ്പോൾ നിങ്ങളോടും ക്ഷമിച്ചു കഴിഞ്ഞു, നിങ്ങൾ അവരോടും ക്ഷമ ചോദിച്ചു കഴിഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നിങ്ങൾ അവർക്ക് നന്ദി അർപ്പിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്. ഐ ലവ് യു. നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ ആ ഇഷ്ടം മുഴുവൻ അവരോട് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് നിറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയണം, ഐ ലവ് യു. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഐ ലവ് യു, അത് നിരന്തരമായിട്ട് അവരോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുന്നുണ്ട്, അവരുടെ മുഖഭാവം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവരുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് എതിരായിട്ട് നിങ്ങളെ അഭിമുഖീകരിച്ച ആ വ്യക്തി ഇരിക്കുകയാണ്. നിങ്ങളുടെ മുൻപിലിരിക്കുന്ന റോസ് ക്യാൻഡിലിനെ സാക്ഷി നിർത്തി നിങ്ങൾ അവരോട് നിങ്ങളുടെ ഇഷ്ടം പറയുകയാണ്. നിങ്ങളുടെ ഇഷ്ടം എത്രത്തോളം എക്സ്പ്രസ് ചെയ്ത് പറയാമോ അത്രയും എക്സ്പ്രസ് ചെയ്ത് നിങ്ങൾ അവരോട് പറയുക. നിങ്ങൾ അവരോട് ആ ഇഷ്ടം പറയുമ്പോൾ അവരുടെ മുഖം നിങ്ങളോടുള്ള സ്നേഹത്താൽ പ്രസന്നമാകുന്നത് കാണുക. ഇനി നിങ്ങളുടെ മുൻപിലിരിക്കുന്ന റോസ് ക്യാൻഡിലിൽ നിന്നും പിങ്ക് കളറിലുള്ള എനർജി, റോസ് ക്യാൻഡിലിൻ്റെ നിറം പിങ്ക് നിറമാണ്, ആ പിങ്ക് നിറത്തിലുള്ള ഒരു എനർജി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതായും നിങ്ങളുടെ കൈകൾ കൊണ്ട് അത് ഏറ്റെടുത്തതിന് ശേഷം അത് നിങ്ങൾക്ക് അഭിമുഖമായിരിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിലേക്ക് നിങ്ങൾ കൊടുക്കുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണർ അത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരീരം മുഴുവൻ ആ പിങ്ക് നിറത്തിലുള്ള എനർജി, സ്നേഹത്തിൻ്റെതായിട്ടുള്ള എനർജി വ്യാപിക്കുന്നത് നിങ്ങൾ കാണുക. അവരുടെ ശരീരം മുഴുവൻ സ്നേഹം കൊണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പിങ്ക് എനർജി അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളോട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ പേര് വിളിച്ച് അവർ പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അവർ നിങ്ങളോട് നിങ്ങളുടെ പേര് വിളിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കുക. നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ രണ്ടുപേരും അടുത്ത് ആലിംഗനം ചെയ്യുന്നത് കാണുക. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുന്നത് നിങ്ങൾ കാണുക. നല്ല രീതിയിൽ അവരുമായിട്ട് നിങ്ങൾ ഹഗ് ചെയ്യുക. അവർ ഇനി നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞു. അവരുടെ പിണക്കമെല്ലാം മാറി, തെറ്റിദ്ധാരണകളെല്ലാം മാറി, അവർ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മനോഭാവത്തോടെ 3 പ്രാവശ്യം അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് തുറക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് റോസ് ക്യാൻഡിൽ മെഡിറ്റേഷൻ.
നിങ്ങൾക്ക് ഇത് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ സക്സസ്ഫുൾ ആക്കാവുന്നതാണ്. ഇനി ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങൾക്കത് സാധ്യമായില്ല എങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്ത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണ്. അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ മെഡിറ്റേഷനെ സമീപിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.